Hello students, നമ്മൾ കൺവല്യൂഷൻ എന്ന് പറയുന്ന സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. സോ കൺവല്യൂഷൻ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് സപ്പോസ് വി ഹാവ് ടു ഫംഗ്ഷൻ സ്മോൾ എഫ് ഓഫ് ടി ആൻഡ് ക്യാപിറ്റൽ എഫ് സ്മോൾ ജി ഓഫ് ടി ആൻഡ് വി നോ ദി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി is equal to capital G of s. Then the convolution says that Laplace inverse transform of fs into gs equal to f into g alla, it is called f star g convolution of t ആണ് എന്നാണ് നമ്മൾ പഠിച്ച റിസൾട്ട്. റെഡി. അപ്പോൾ ഈ റിസൾട്ടിലൂടെ ഞാൻ ചെറിയൊരു കാര്യം കൂടെ പറയാൻ പോവാണേ. സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോളൂ. എഫ് ഓഫ് ടി ഈസ് എനി ഫംഗ്ഷൻ. എഫ് ഓഫ് ടി ഈസ് എനി ഫംഗ്ഷൻ. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ട് എടുത്തിരിക്കുന്നു. ഓക്കെ. ജി ഓഫ് ടി രണ്ട് ഫംഗ്ഷൻ വേണമല്ലോ. ജി ഓഫ് ടി ഈക്വൽ ടു 1 എന്നെടുത്തു. ജി ഓഫ് ടി പറഞ്ഞാൽ ഞാൻ 1 എന്നെടുത്തു. 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ എൽ ഓഫ് ജി ഓഫ് ടി എന്താ വരിക? എൽ ഓഫ് ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഓഫ് 1 ആണ് വരിക. എൽ ഓഫ് 1 എത്രയാണ്? 1/s ആണ്. അപ്പോൾ ഇതാണ് എന്ത്? ക്യാപിറ്റൽ ജി ഓഫ് എസ്. എൽ ഓഫ് ജി ഓഫ് ടി ആണ് ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് വിളിക്കുന്നത്. അത് 1 ആയിട്ട് എടുത്തുകൊണ്ട് എൽ ഓഫ് 1 1/s ആണ്. സോ ദെർഫോർ വി ഗെറ്റ് ക്യാപിറ്റൽ ജി ഓഫ് എസ് ഈക്വൽ ടു 1/s എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് എനിക്ക് ഈ കൺവല്യൂഷൻ എഴുതിക്കൂടെ? കൺവല്യൂഷനിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് എസ് ജി എസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്നാണ് പറഞ്ഞത്. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എസ് ഇൻറ്റു ജി എസ് എന്ന് പറഞ്ഞാൽ എന്താ? 1/s ആണ്. 1/s ഇസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞാൽ 1 ആണ് കേട്ടോ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ഓഫ് ടി ഇങ്ങനെ എഴുതാം. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എസ് ബൈ എസ് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു എസ് എന്ന് പറഞ്ഞ ടേം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഫ് സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ എഫ് ആണ് കേട്ടോ. എഫ് ആണ്. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക്. എഫ് സ്റ്റാർ 1 ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 ടു ഡെഫിനേഷൻ പ്രകാരം എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി മൈനസ് യു ജി ഓഫ് യു ഡി യു ആണ്. അല്ലെ ജി 1 ആണ്. 0 ടു ടി എഫ് ഓഫ് ടി മൈനസ് യു ജി ഓഫ് യു പറഞ്ഞാൽ 1 ആണ്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ്. സോ ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി മൈനസ് യു ഡി യു എന്നാണ് കിട്ടുക. സോ ദിസ് ഈസ് സെയിം ആസ്, ഇനി ഇതിവിടെ ആക്ച്വലി ഇവിടെ ഒരു വേരിയബിളിൻ്റെ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ദിസ് ഈസ് സെയിം ആസ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു എന്ന് എഴുതാമല്ലോ. കാരണം എന്താ? 1 സ്റ്റാർ എഫ് സ്റ്റാർ 1ഉം 1 സ്റ്റാർ എഫും ഈക്വൽ ആണ്. അതല്ലവ അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെയും എഴുതാം. അതായത് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ടി യെസ് സോ ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ടി ഡി ടി എന്നും എഴുതാൻ പറ്റും നമുക്ക്. സോ വിച്ച് ഈസ് സെയിം ആസ്. അപ്പോൾ ഇതെന്താണ് വരിക? എഫ് സ്റ്റാർ 1 ടി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 0 ടു ടി പുതിയൊരു വേരിയബിളിൽ എഴുതാം ഞാൻ എഫ് ഓഫ് യു ഡി യു എന്ന് എഴുതാം. ഓക്കെ. സോ ദിസ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എസ് ഡിവൈഡഡ് ബൈ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി സ്മോൾ എഫ് ഓഫ് യു ഡി യു. കാരണം ഇവിടെ ഒന്നുമില്ല, ലാപ്ലാസ് കൺവല്യൂഷൻ്റെ ഡെഫിനേഷനാണ്. ഇത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കൺവല്യൂഷൻ്റെ ഡെഫിനേഷനാണിത്. എഫ് സ്റ്റാർ 1 ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് 1 ടി മൈനസ് യു ഡി യു എന്ന് എഴുതിയാൽ മതി നമ്മൾ. അതായത് ജി ഓഫ് 1 മൈനസ് യു ടി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ബിക്കോസ് ജി ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് വേണ്ട. ഓക്കെ. ഇവിടെ സെക്കൻഡ് ഫംഗ്ഷൻ 1 ആയതുകൊണ്ട് ആ ടേം 1 ആയിപ്പോയി എന്ന് മാത്രം ഓർത്താൽ മതി. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് എസ് ഡിവൈഡഡ് ബൈ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി സ്മോൾ എഫ് ഓഫ് യു ഡി യു. ഓക്കെ. So we get the result L inverse of capital Fs divided by S is equal to integral 0 to t small f of u du. ഈ എഫ് എങ്ങനെ കിട്ടി? ക്യാപിറ്റൽ എഫിൻ്റെ മാത്രം ലാപ്ലാസ് ഇൻവേഴ്സ് ആണ് കേട്ടോ. വേർ എഫ് ഓഫ് യു ഈക്വൽ ടു ക്യാപിറ്റൽ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവാലുവേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് L inverse of 1/s into s square plus 1 ഇങ്ങനെ തന്നു വിചാരിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് L inverse of 1/s square plus 1 ഡിവൈഡഡ് ബൈ എസ് എന്ന് എഴുതാം അല്ലേ? സെയിം ആണല്ലോ ഇത് രണ്ടും. ഓക്കെ. അപ്പോൾ ഇത് ഫോർമാറ്റിലാണ്. L inverse of ക്യാപിറ്റൽ എഫ് എസ് ഡിവൈഡഡ് ബൈ എസ് എന്നുള്ള ഫോർമാറ്റിലാണ്.
ഇവിടുത്തെ ക്യാപിറ്റൽ എഫ് എസ് ആരാണ്? 1/s²+1. ശരിയല്ലേ? ഇത് ബൈ എസ് ആണ്. ഇപ്പോൾ ഇത് 1/s²+1 ആണ് ഇവിടുത്തെ ക്യാപിറ്റൽ എഫ് എസ്. ഇനി ഇതിൻ്റെ എൽ ഇൻവേഴ്സ് മാത്രം കണ്ടുപിടിക്കാം. ഇതിൻ്റെ എൽ ഇൻവേഴ്സ് എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് 1/s²+1 എന്ന് പറഞ്ഞാൽ ഏതാ? സൈൻ 1t ആണ്, അഥവാ സൈൻ ടി ആണ്. റെഡി? സൈൻ ടി ആണ്. അങ്ങനെയാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് എസിൻ്റെ ഡിവൈഡഡ് ബൈ എസ് ചെയ്യുന്നത് എന്തിനോട് ഈക്വലൻ്റ് ആണ്? ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി യുവിനോട് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എസ് എന്ന് പറഞ്ഞാൽ 1/s²+1 ഡിവൈഡഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to t സൈൻ എഫ് യു എന്നാണ്. ഇത് എഫ് ടി ആണ് ഇത് കേട്ടോ. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് എസ് ചെയ്താൽ കിട്ടുന്നത് എഫ് ടി ആണ് കേട്ടോ. എഫ് ടി ആണ്. അതിന് യുയിലേക്ക് മാറ്റുമ്പോൾ സൈൻ യു ഡി യു എന്ന് എഴുതേണ്ടി വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വാട്ട് ഈസ് സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് കോസ് യു ആണ്. ലിമിറ്റ് എത്രയാ? 0 മുതൽ ടി വരെ. അപ്പോൾ മൈനസ് കോസ് ടി മൈനസ് ഓഫ് മൈനസ് കോസ് 0 എന്നായിരിക്കും കിട്ടുക. സോ വാട്ട് വിൽ ബി ദ വാല്യൂ? ദ വാല്യൂ വിൽ ബി മൈനസ് മൈനസ് ഈസ് പ്ലസ്, കോസ് 0 ഈസ് 1 മൈനസ് കോസ് ടി എന്നായിരിക്കും ഉത്തരം കിട്ടുക. ആൻഡ് ദിസ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s × s²+1. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഇങ്ങനെ അല്ലായെങ്കിൽ ഏത് രീതിയിലാണ് ചെയ്യുക? ഇങ്ങനെ അല്ല എങ്കിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് a/s + bs + c ഡിവൈഡഡ് ബൈ s²+1 എന്ന് എഴുതി സോൾവ് ചെയ്ത് ABC കണ്ടുപിടിച്ച് എന്നിട്ട് എൽ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയിരുന്നു. അല്ലാതെ ഈ ഐഡിയ ഉപയോഗിച്ച് വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വൺ മോർ പ്രോബ്ലം. ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² × s²+1 എന്നായിരുന്നുവെങ്കിലോ? ഇങ്ങനെയായിരുന്നുവെങ്കിൽ നമുക്ക് ആദ്യം എൽ ഇൻവേഴ്സ് ഓഫ് വി ഫസ്റ്റ് ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് s × s²+1 കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? ഇത് നമുക്കറിയാം എത്രയാണ്? 1 മൈനസ് കോസ് ടി ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനെ എനിക്ക് മാറ്റി എഴുതാം. എൽ ഇൻവേഴ്സ് ഓഫ് 1/s × s²+1 ഡിവൈഡഡ് ബൈ എസ് എന്ന് എഴുതാം. അങ്ങനെ എഴുതിക്കൂടെ? എസ് മേലെ പോവും, s × s² ആവും. ഇത് തന്നെയാവും ക്വസ്റ്റ്യൻ അല്ലേ? s² തന്നെയാവും ഇത്. അപ്പോൾ ഇതിന് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഇതാണ് എൻ്റെ എഫ് ഓഫ് എസ് അല്ലേ? ഇതാണ് എഫ് ഓഫ് എസ് വരുന്നത്. ഈ എഫ് ഓഫ് എസിനെ എന്ത് ചെയ്താൽ ബൈ എസ് എന്ന് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ 0 to t ഈ മേലെ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1 മൈനസ് കോസ് ടി ആണ്. 1 മൈനസ് കോസ് ടീനെ നമ്മൾ യുയിലേക്ക് മാറ്റുമ്പോൾ 1 മൈനസ് കോസ് യു ഡി യു എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ 1 മൈനസ് കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താ? 1 ഇൻ്റഗ്രൽ യു മൈനസ് കോസ് യുവിൻ്റെ സൈൻ യു ആയിരിക്കും. ലിമിറ്റ് ടി മുതൽ ഇൻഫിനിറ്റി വരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ആദ്യം ഇൻഫിനിറ്റി കൊടുത്തു അല്ലേ? സോറി, 0 മുതൽ ടി വരെ. 0 മുതൽ ടി വരെ. അത് ടി മൈനസ് സൈൻ ടി മൈനസ് 0 മൈനസ് സൈൻ 0 എന്ന് വരും അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 0 0. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ പോയി ടി മൈനസ് സൈൻ ടി എന്ന് കിട്ടും. അപ്പോൾ എത്ര ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ചെയ്യാം, എന്നിട്ട് s² ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യൽ ഫ്രാക്ഷനും ഉപയോഗിക്കാം. പക്ഷേ s² × s²+1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇത് അറിയണമായിരുന്നു. അപ്പോൾ ഇത് ആദ്യം ചെയ്യണം. ദെൻ വീണ്ടും റിപ്പീറ്റഡ് ഇതേ സെയിം ഐഡിയ 2 തവണ റിപ്പീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ s³ ആണെങ്കിലോ ഇതിനൊരു തവണ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഓക്കെ. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇവാലുവേറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t e⁻τ sin t മൈനസ് τ d⁻. ഇത് ജസ്റ്റ് വേരിയബിൾ ആണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് യു എന്ന് എടുക്കാം കേട്ടോ. അത് ഈ ടോ ഒന്നും കണ്ട് ഞെട്ടണ്ട, അത് ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to t ഈ സൈൻ ഓഫ് t മൈനസ് τ d⁻ എന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു കൺവല്യൂഷൻ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കൺവല്യൂഷൻ ആണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t e⁻τ സൈൻ ഓഫ് t മൈനസ് τ d⁻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇതെന്താണിത്? വേറൊന്നുമല്ല, e⁻t എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും സൈൻ t എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും കൺവല്യൂഷനാണ്. അപ്പോഴല്ലേ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? നോക്കി, കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് e⁻t സ്റ്റാർ സൈൻ t എന്ന് പറയുന്നതല്ലേ? നോക്കി, ഇൻ്റഗ്രൽ 0 to t ഫസ്റ്റ് ഫംഗ്ഷൻ വേരിയബിൾ മാറ്റി കൊടുത്തിരിക്കുന്നു. ഇതിനെ t മൈനസ് τ എന്ന് എഴുതിയിട്ടുണ്ട്. യു എന്നാണ് നമ്മൾ സാധാരണ എഴുതാറ്, അവർ ഒരു ടോ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് കൺവല്യൂഷൻ. ഇത് കൺവല്യൂഷൻ ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ തൊട്ട് മുമ്പിൽ തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് ഡെഫിനിഷൻ എന്തായിരുന്നു? റിസൾട്ട് എന്തായിരുന്നു?
റിസൾട്ട് എങ്ങനെയായിരുന്നു? എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ് ഈക്വൽ ടു സ്മോൾ എഫ് സ്റ്റാർ ജി എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി എസ് എസ് ഈക്വൽ ടു എല്ലാം അങ്ങോട്ട് പോകുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി എന്ന് എഴുതാം അല്ലേ? ശരിയല്ലേ? ഇതാണ് നമ്മുടെ റിസൾട്ട് ഉണ്ടായിരുന്നത്. എൽ ഇൻവേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഈക്വൽ ടു ഇത് എന്ന് എഴുതാം. അപ്പോൾ ഇതുപോലൊരു സാധനമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് പകരം എന്തെഴുതാം? എഫ് എസ് ഇൻറ്റു ജി എസ് എന്ന് എഴുതി കൂടെ? എഫ് എസ് ഇൻറ്റു ജി എസ് എന്ന് എഴുതാം. എന്താണ് ഈ എഫ് എസ്? എഫിൻ്റെ ലാപ്ലാസ് ആണ്. എന്താണ് ജി എസ്? ജിയുടെ ലാപ്ലാസ് ആണ്. അപ്പോൾ ഇതാണ് എഫ്, ഇതാണ് ജി ഇവിടെ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതുക? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ടി സ്റ്റാർ, അല്ല ഇവിടെ ഇൻറ്റു ഉള്ളൂ കേട്ടോ, ജസ്റ്റ് എഫ് എസ് ഇൻറ്റു ജി എസ്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി എന്ന് എഴുതാം. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ടി എന്തായത് നമുക്ക് മനസ്സിലായോ? നേരെ നോക്കൂ. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി തന്നിട്ടുണ്ട്. എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് ഇതാണ്. അപ്പോൾ എൽ ഓഫ് എഫ് സ്റ്റാർ ജി എന്തായിരിക്കും? എഫ് എസ് ഇൻറ്റു ജി എസ് ആയിരിക്കും. എഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫിൻ്റെ ലാപ്ലാസ്. ജി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ജിയുടെ ലാപ്ലാസ്. ഇവിടെ എഫും ജിയുമാരാ? ഇ റേസ് ടു ടിൻ്റെ ലാപ്ലാസ് ഇൻറ്റു, ഇത് സാധാരണ ഇൻറ്റു ആണ് കേട്ടോ, ഇൻറ്റു ജിയുടെ ലാപ്ലാസ്. അതാണ് എഫ് എസും ജി എസും. ഓക്കെ, സോ എൽ ഓഫ് ഇ റേസ് ടു ടി ഈസ് 1/s-1 ഇൻറ്റു എൽ ഓഫ് സൈൻ ടി എന്താ വരിക? 1/s² + 1. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 1/s-1 ഇൻറ്റു s² + 1. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ, ഇനി ഈ കൺവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാൻ പോണേ, ഇൻ്റഗ്രൽ ഇക്വേഷനെ കുറിച്ച്. ഇൻ്റഗ്രൽ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചതാണ്. എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഡെറിവേറ്റീവ്സ് ഉള്ള ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഇക്വേഷൻ? ആൻ ഇക്വേഷൻ കണ്ടെയ്ൻസ് ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രേഷൻ ഉള്ള ഇക്വേഷനാണ് ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടോ ജി ഓഫ് ജി ഇവിടെ എഴുതിയിട്ടുണ്ട് എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കണ്ട് ഞെട്ടൊന്നും വേണ്ട, ഇതൊന്നുമില്ല. ഇതെന്താ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇതെന്താ? കൺവല്യൂഷനാണ്. ആരുടെ? എഫിൻ്റെയും എച്ചിൻ്റെയും. ഓക്കെ, എഫിൻ്റെയും എച്ചിൻ്റെയും കൺവല്യൂഷൻ എഴുതുന്ന ഡെഫിനേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ജി ഇല്ല കേട്ടോ. എഫ് ടോ ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. അപ്പോൾ ഇതൊരു കൺവല്യൂഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്, അപ്പുറം ഇപ്പുറം ഫംഗ്ഷൻസ് ഉണ്ട്, ഇൻറ്റഗ്രേഷനും ഉണ്ട്. സോ വിച്ച് ഈസ് ആൻ ഇൻ്റഗ്രൽ ഇക്വേഷൻ. ഇതൊരു ഇൻ്റഗ്രൽ ഇക്വേഷൻ എക്സാമ്പിളാണ്. ഈ ഇൻ്റഗ്രൽ ഇക്വേഷന് വെറും എക്സാമ്പിൾ മാത്രമല്ല, ഇതിനൊരു പേര് കൂടിയുണ്ട്. ഈ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രൽ ഇക്വേഷൻ ഒരു പേരുണ്ട്, വോൾട്ടേറ ഇൻ്റഗ്രൽ ഇക്വേഷൻ. വോൾട്ടേറ ഇൻ്റഗ്രൽ ഇക്വേഷൻ. വോൾട്ടേറ ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ ഒരു ഫോർമാറ്റാണ് ഈ എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ടി കൺവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് കാര്യമായിട്ടില്ല, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാനേ ഉള്ളൂ. ഒരു പ്രോബ്ലം ചെയ്യാം നമുക്ക്. സോൾവ് എഫ് ഓഫ് ടി ഈക്വൽ ടു 3t² മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടോ ഇ റേസ് ടു ടി മൈനസ് ടോ ഡി ടോ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും എഫ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം 0 ടു ടി എഫ് ടോ ഇ റേസ് ടു ഡി ടി മൈനസ് ടോ ഡി ടോ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതൊരു കൺവല്യൂഷൻ ഉണ്ട്. അപ്പോൾ കൺവല്യൂഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ട എന്തോ ഒരു കാര്യമാണ് ഈ ക്വസ്റ്റ്യനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നു, ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ ഫോർമാറ്റിൽ ഒരു പ്രോബ്ലം തന്നിട്ട് എഫ് ഓഫ് ടി കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇക്വേഷന് മുഴുവനായിട്ട് ലാപ്ലാസ് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോമിന് അപ്ലൈ ചെയ്യുന്നു. അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് 3t² മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടു ഇ റേസ് ടു ടി മൈനസ് ടു ഡി ടു. മുഴുവനായിട്ട് രണ്ട് സൈഡിലും ലാപ്ലാസ് ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നല്ലേ നമ്മൾ സാധാരണ എഴുതാറ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ലാപ്ലാസ് ലീനിയർ ആയതുകൊണ്ട് ഓരോ ടേമിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 3t² മൈനസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ്, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? എഫ് സ്റ്റാർ ഇ റേസ് ടു ടി ഡി ടി. DT1 എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ടി. ശരിയല്ലേ? നോക്കിയേ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും ഇ റേസ് ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും കൺവല്യൂഷനാണ് ഈ എഴുതിയിരിക്കുന്ന ഇൻ്റഗ്രേഷൻ. ശരിയല്ലേ? അപ്പോൾ അതിനിങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം അല്ലേ? ഇതിന് പകരം ഞാൻ
എഫ് സ്റ്റാർ എഫ് ഓഫ് ടി സ്റ്റാർ ഇ റേസ് ടു ടി എന്ന് എഴുതി. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടോ. ഇങ്ങനെ ഇത് കൺവല്യൂഷനാണ്, ആരുടെയൊക്കെ എഫിൻ്റെയും ഇ പവർ ടിയുടെയും. അതുകൊണ്ട് ഇതിനെ മാത്രം ഇങ്ങനെ എഴുതി. ഓക്കെ, ഇൻറ്റഗ്രേഷൻ കൂടി ചേർന്നതിനെയാണ് കൺവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. റെഡി? വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെന്ത് വരും നോക്കുക, എൽ ഓഫ് 3t² എന്ന് പറഞ്ഞാൽ 3 പുറത്ത് നിർത്തി. എൽ ഓഫ് t² എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് ആയിരുന്നു. മൈനസ് എൽ ഓഫ് ഇ റേസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞാൽ 1/s+1 ആണ്. ഇനി ഇതെന്ത് വരും, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു എഫ് എസ് ഇൻറ്റു ജി എസ് ആണ്. അപ്പോൾ എഫ് എസ് ഇൻറ്റു ജി എസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ എഫ് എസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ ലാപ്ലാസ്, അതായത് എൽ ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു ടി. അപ്പോൾ ഇതിനിങ്ങനെ മാറ്റി എഴുതുന്നു, മൈനസ് എൽ ഓഫ് എഫ് ഓഫ് ടി, ഈ മൈനസ് ഉള്ളിലേക്കും കൂടെ കൊടുക്കേണ്ടി, മൈനസ് എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു ടി. ഓക്കെ, ഇത് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എഫ് എസ് ഇൻറ്റു ജി എസ്, ഫസ്റ്റ് ഫംഗ്ഷനിൽ ലാപ്ലാസ്, സെക്കൻഡ് ഫംഗ്ഷനിൽ ലാപ്ലാസ്. ഓക്കെ, റെഡി? വിച്ച് ഈസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ഇസ് 2, 2 into 3 is 6/s³ minus 1/s+1 minus L of f of t is f of s. L of e raised to t is 1/s minus 1. 1/s minus 1. ശരിയല്ലേ? സോ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇവിടെ ഉണ്ട്. ഈ മൈനസ് എഫ് ഓഫ് എസിൻ്റെ ടേം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് എഫ് ഓഫ് എസ് ഇൻറ്റു 1/s minus 1 ഈക്വൽ ടു 6/s³ മൈനസ് 1/s+1. ഓക്കെ, ഇനി ഇവിടുത്തെ എഫ് ഓഫ് എസ് ഞാൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ 1 + 1/s minus 1 എന്ന് വരും. 6/s³ മൈനസ് 1/s+1, സോറി 1/s+1, ദറ്റ് ഈസ് എഫ് എസ് ഇൻറ്റു എസ്, അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, എസ് മൈനസ് 1 + 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1, 6/s³ മൈനസ് 1/s+1, that is fs into s/s minus 1 equal to 6/s³ minus 1/s+1. That is f of s is equal to എന്ത് വരും, ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതങ്ങോട്ട് പോകുമ്പോൾ 6/s³ minus 1/s+1 into s minus 1/s എന്ന് വരും. അതായത് 6s മൈനസ് 6 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 4, ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എസ് മൈനസ് 1/s ഇൻറ്റു s+1 എന്ന് വരും. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ 6s ബൈ എസ് റേസ് ടു 4 മൈനസ് 6/s റേസ് ടു 4 മൈനസ് s/s ഇൻറ്റു s+1 മൈനസ് 1/s ഇൻറ്റു s+1. ഇങ്ങനെ എല്ലാം ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഈ മൈനസ് രണ്ടിനും കോമൺ ആണ്. സോ മൈനസ് ദിസ് ടേം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഇൻറ്റു ദിസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, പ്ലസ് ആയിരിക്കും വരിക. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഓക്കെ, which is equal to ഈ എസ്സും ഇവിടുത്തെ ഒരു 4ഉം പോകുമ്പോൾ 6/s³ മൈനസ് 6/s raised to 4, ഈ എസ്സും എസ്സും ക്യാൻ ബി ക്യാൻസൽഡ്, മൈനസ് 1/s+1, മൈനസ് 1/s+1, ഓക്കെ, പ്ലസ് 1/s ഇൻറ്റു s+1. ഓക്കെ, and this is equal to 6/s³ minus 6/s raised to 4 minus 1/s+1 plus ഈ ടേം മാത്രം നോക്കൂ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്, അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ ഉപയോഗിച്ച് ഇതിനെ മാറ്റി എഴുതേണ്ടി വരും. ഇതിന് ഞാൻ ഇങ്ങനെ എഴുതാണ്, 1/s minus 1/s+1. ഇങ്ങനെ എഴുതാവോ? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കി ഇത് കിട്ടുമോ നോക്കാം. 1 ഇൻറ്റു s+1 മൈനസ് 1 ഇൻറ്റു എസ്, അപ്പോൾ s+1 മൈനസ് എസ്, അപ്പോൾ എസ്സും മൈനസ് എസ്സും പോയിട്ട് ഇത് മാത്രം ഇവിടെ ചെയ്യാൻ നോക്കിക്കോളൂ. 1/s മൈനസ് 1/s+1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ s+1 മൈനസ് എസ് ബൈ എസ് ഇൻറ്റു s+1, എസ് വിൽ ബി ക്യാൻസൽ, 1/s ഇൻറ്റു s+1 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഈ 1/s ഇൻറ്റു s+1 ഞാൻ ഇങ്ങനെ എഴുതി. റെഡി? എന്നുവെച്ചാൽ എല്ലാത്തിനും ഓരോരോ ടേംസ് ലീനിയർ ഫാക്ടേഴ്സാക്കി മാറ്റി. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്മോൾ എഫ് ഓഫ് ടി ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് അറിയാമെങ്കിൽ എങ്ങനെയാണ് സ്മോൾ എഫ് ഓഫ് ടി കിട്ടുക? അതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. അതായത് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ഇത്രയും ടേംസ് ആണ്. 6/s³
6 by s raised to 4 മൈനസ് ആക്ച്വലി ഇവിടെ ഒരു മൈനസ് 1 by s plus 1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 1 by s plus 1 ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടി നമുക്ക് മൈനസ് 2 by s plus 1 എന്ന് എഴുതാം. ഇതൊരെണ്ണം രണ്ടിനും മൈനസ് സൈനാണ്. പ്ലസ് 1 by s. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓരോ ടേമിനും അപ്ലൈ ചെയ്യുന്നു. എൽ ഇൻവേഴ്സ് ഓഫ് 6 ഔട്ട് സൈഡ് എടുത്തു 1 by s ക്യൂബ് മൈനസ് 6 ഔട്ട് സൈഡ് എടുത്തു എൽ ഇൻവേഴ്സ് ഓഫ് 1 by s raised to 4 മൈനസ് 2 ഔട്ട് സൈഡ് എടുത്തു എൽ ഇൻവേഴ്സ് ഓഫ് 1 by s plus 1 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s. എസ് ക്യൂബാണ്. 1 by s ക്യൂബിന് ഫോർമുല നമുക്കില്ല. നമുക്ക് ഫോർമുല ഉള്ളത് 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബിനാണ്. അപ്പോൾ ഇവിടെ ഒരു 2 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അതുപോലെ ഇവിടെയും 3 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു 4 ഫോർമുലയുള്ളൂ. അപ്പോൾ ഒരു 3 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്തു. റെഡി? ബാക്കിയൊക്കെ സെയിം. 6 by 2 ഫാക്ടോറിയൽ ഈസ് 6 by 2. 6 by 2 ഈസ് 3 ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബ് എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ ആണ് വരുന്നത്, ടി സ്ക്വയർ. മൈനസ് ഇവിടെ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 ആണ്. 6 by 6 പോയി, അപ്പോൾ 1 വരും. എൽ ഇൻവേഴ്സ് ഓഫ് ഇതെന്ന് പറയുമ്പോൾ ടി ക്യൂബാണ് വരുന്നത്. മൈനസ് 2 ഇൻറ്റു 1 by s plus 1 ഇ റേസ് ടു മൈനസ് ടി ആണ്. 1 by s 1 ആണ്, പ്ലസ് 1. സോ ദിസ് ഈസ് അവർ ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ഒരു ഇങ്ങനെയുള്ളൊരു ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഈക്വൽ ടു സം ഫംഗ്ഷൻ മൈനസ് ഒരു കൺവല്യൂഷൻ എന്നുള്ള ഫോർമാറ്റിലായിരിക്കും തരിക. നിങ്ങൾ ടോട്ടലായി ലാപ്ലാസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ടേമിന് കൺവല്യൂഷൻ എന്ന് തന്നെ മാറ്റി എഴുതുക. ദെൻ ലാപ്ലാസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാപ്ലാസ് ഇൻറ്റു ഇതിൻ്റെ ലാപ്ലാസ് എന്നായിരിക്കും. ദെൻ എഫ് ഓഫ് എസുകളൊക്കെ കളക്ട് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ ആ സൈഡിൽ കൊണ്ടുപോവുക. എന്നിട്ട് എഫ് ഓഫ് എസ് കളക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എല്ലാം എസിൻ്റെ ടേംസിലേക്ക് മാറും. എന്നിട്ട് എൽ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതുപോലുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. പ്രോബ്ലം സോൾവ് ദി ഇക്വേഷൻ y of t ഈക്വൽ ടു ടി ക്യൂബ് പ്ലസ് ഇൻ്റഗ്രൽ 0 to t sin t മൈനസ് യു y of u du. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ തരുമ്പോൾ തന്നെ ഫംഗ്ഷൻ ഈക്വൽ ടു ടി, ഒരു ഫംഗ്ഷൻ പ്ലസ് കൺവല്യൂഷൻ്റെ ഫോർമാറ്റ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ലാപ്ലാസ് കൺവല്യൂഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? y ആണ് കണ്ടുപിടിക്കേണ്ടത്. റെഡി? ആദ്യം നമ്മൾ ലാപ്ലാസ് അപ്ലൈ ചെയ്യുന്നു, പിന്നെ ലാപ്ലാസ് ഇൻവേഴ്സ് ചെയ്യുന്നു. സോ ലാപ്ലാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൽ ഓഫ് y ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് ടി ക്യൂബ് പ്ലസ് എൽ ഓഫ്, ഇതിനെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഈ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ടീൻ്റെയും y ഓഫ് ടിയുടെയും കൺവല്യൂഷൻ. ഇതാണ് സൈൻ ടി ഒരു ഫംഗ്ഷൻ, y ഓഫ് ടി ഒരു ഫംഗ്ഷൻ, കൺവല്യൂഷനാണ്. സോ എൽ ഓഫ് y ഓഫ് ടീനെ നമുക്ക് ക്യാപിറ്റൽ y ഓഫ് എസ് എന്ന് എഴുതാം. എൽ ഓഫ് ടി ക്യൂബ് എത്രയാണ്? 3 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു 4 ആണ്. പ്ലസ് ഇതിനെങ്ങനെ എഴുതാം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് കൺവല്യൂഷൻ ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് ടി. ദെൻ 3 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് അല്ലേ, പ്ലസ് എസ് റേസ് ടു 4 പ്ലസ് സൈൻ ടിയുടെ ഫോർമുല 1 by s മൈനസ് എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. 1 by s സ്ക്വയർ പ്ലസ് 1 ആണ്. എൽ ഓഫ് y ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതിനെ y ഓഫ് എസ് എന്ന് വിളിക്കാം. y ഓഫ് എസിൻ്റെ ടേംസൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു y ഓഫ് എസ് ഉണ്ട്. ഈ പ്ലസ് 1 ഈ ടേമിന് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 1 by s സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y ഓഫ് എസ് എന്ന് എഴുതാം. ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഈസ് 6 ആണ്. 6 by s റേസ് ടു 4. റെഡി? സോ ഇതിന് y ഓഫ് എസ് ഔട്ട് സൈഡ് എടുത്തു കഴിയുമ്പോൾ y ഓഫ് എസ് ഔട്ട് സൈഡ് എടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് 1, രണ്ടാമത്തെ ടേമിൽ നിന്നും 1 by s സ്ക്വയർ പ്ലസ് 1 6 by s റേസ് ടു 4. അതായത് y ഓഫ് എസ് ഇസ് ഈക്വൽ ടു y ഓഫ് എസ് ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ s സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 by s സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 6 by s റേസ് ടു 4. അതായത് y ഓഫ് എസ് ഇൻറ്റു ഈ 1 മൈനസ് 1 പോയി s സ്ക്വയർ ബൈ s സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 6 by s റേസ് ടു 4. ദെൻ y ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഈ ടേം അങ്ങോട്ട് പോകുമ്പോൾ 6 by s റേസ് ടു 4 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 1 by s സ്ക്വയർ എന്ന് കിട്ടും. അതായത് 6s സ്ക്വയർ പ്ലസ് 6 ഡിവൈഡഡ് ബൈ s റേസ് ടു 6 എന്ന് വരും. ഓർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ 6s സ്ക്വയർ ഡിവൈഡഡ് ബൈ s റേസ് ടു 6 പ്ലസ് 6 by s റേസ് ടു 6 എന്ന് വരും. ഒരു സ്ക്വയറും ഒരു ഇതും പോകുമ്പോൾ ഇവിടെ 4 ആവും. 6 by s റേസ് ടു 4 പ്ലസ് 6 by s റേസ് ടു 6 എന്നായിരിക്കും കിട്ടുക. ശരിയല്ലേ? നോക്കൂ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഓക്കെ, എസ് റേസ് ടു 4ൻ്റെ സ്ക്വയർ 6 വരും. 6 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ സ്പ്ലിറ്റ്, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി.
നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ y ഓഫ് എസ് ഇതാണ് കിട്ടുക. നമുക്ക് കണ്ടുപിടിക്കുന്നത് y ഓഫ് എസ് അല്ല, സ്മോൾ y ഓഫ് ടി ആണ്. അതെങ്ങനെയാണ് കിട്ടുക? L ഇൻവേഴ്സ് ഓഫ് y ഓഫ് എസ് ആണ്. അതായത് L ഇൻവേഴ്സ് ഓഫ് 6/s⁴ പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 6/s⁴. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 6 എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ആണ് കേട്ടോ. 3 ഫാക്ടോറിയൽ ആണ്. 3 ഫാക്ടോറിയൽ ബൈ s⁴ എന്ന് പറഞ്ഞാൽ ഫോർമുല ഡയറക്റ്റ് തന്നെയാണ്. അതെന്താണ്? t³ ആണ്. പ്ലസ് ഇവിടെ എന്ന് വെച്ചാൽ x⁻6 ആണ് കേട്ടോ. അപ്പോൾ s⁻6 ആണെങ്കിൽ ഇവിടെ എത്ര വേണം? 5 ഫാക്ടോറിയൽ വേണം. അപ്പോൾ ഈ ഉള്ള 6 എന്ന് പറയുമ്പോൾ 6 ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട് ഞാൻ. L ഇൻവേഴ്സ് ഓഫ് 1/s⁻6 എന്ന് എഴുതി. t³ പ്ലസ് 6 ഇൻറ്റു ഇവിടെ s⁻6 ആണെങ്കിൽ ഇവിടെ 5 ഫാക്ടോറിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർമുല ആവുള്ളൂ. 5 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതെന്താവും? t⁵5 ആവും. റെഡി? സോ ദിസ് വിൽ ബി ദ ആൻസർ. അപ്പോൾ എളുപ്പമാണ്. അങ്ങനെയുള്ള ഇക്വേഷൻ തന്നാൽ ഡയറക്റ്റ് മുഴുവനായിട്ടും ആദ്യം ലാപ്ലാസ് അപ്ലൈ ചെയ്യുന്നു. ഈ മൊത്തം ഇൻ്റഗ്രൽ സൈനിൻ്റെയും വൈയുടെയും കൺവല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇതിന് ലാപ്ലാസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാപ്ലാസ് ഇൻറ്റു ഇതിൻ്റെ ലാപ്ലാസ് ആണ്. ഇതാണ് y ഓഫ് എസ്, ഇതാണ് y ഓഫ് എസ്. y ഓഫ് എസിൻ്റെ ടേംസ് കളക്ട് ചെയ്യുന്നു. പിന്നെ ബാക്കി എസിൻ്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഇൻവേഴ്സ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ.